മുഹദ്ദിസീങ്ങളാകുന്ന പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു, മദീനത്തെ മണ്ണിന് ഒരു പവറുമില്ല എന്ന് ഏതെങ്കിലും ഒരു മാപ്പിള മക്കളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വാദിക്കുന്നുണ്ട് എങ്കിൽ അവനെ നടുറോട്ടിലിട്ടൊരു 30 അടി അടിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. മദീനത്തെ മണ്ണിന് പവറില്ല എന്നാരെങ്കിലും വാദിച്ചാൽ, എന്തുകൊണ്ടാണ് മദീനത്തെ മണ്ണിന് പവർ കൂടിയത്? അവിടെ കടക്കുന്നുണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ മദീനത്തെ മണ്ണിൽ പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിൽ പോയി അവിടെ മരിച്ചിട്ടൊന്ന് ജന്നത്തുൽ ബഖീയിൽ കടക്കാൻ ഭാഗ്യം കിട്ടിയാൽ അവനിക്ക് എന്റെ ശഫാഅത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ആ മണ്ണിന്റെ പവർ? ആ മണ്ണിൽ കടക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടക്ക് സദസ്സിൽ മുന്നിലായ പേരോട് ഉസ്താദിന്റെ CD വിൽക്കപ്പെടുന്നുണ്ട്, ആവശ്യമുള്ളവരൊക്കെ വാങ്ങണം. പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വന്നത് മദീനത്തെ മണ്ണിന് പവറുണ്ട്. ഹബീബ് തങ്ങൾ അവിടെ കടക്കുകയാ. മഹാന്മാര് കടക്കുന്ന മണ്ണിന് പവറുണ്ട്. പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്? സൂറത്തുൽ ഇസ്രായിൽ ഇസ്രാ മിഅ്റാജ് എന്ന യാത്ര വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനെ മക്കയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് എവിടെയാ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. എന്തിനാണ് ഡയറക്റ്റ് പോകാതെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോകാനുള്ള കാരണം? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബാറക്നാ ഹൗലഹു, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. തഫ്സീറിന്റെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് ഒട്ടനവധി അമ്പിയാക്കളെ മഖ്ബറയുണ്ട് കേട്ടോ. ആ മഖ്ബറയുള്ള മണ്ണിന് പവറുണ്ടെന്നല്ലേ ഖുർആൻ പറയുന്നത്. അതാ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ചില സമയങ്ങളും ചില സ്ഥലങ്ങളും അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ കൊണ്ട് ശ്രേഷ്ഠത ലഭിക്കുകയാണ്. എന്നാൽ വലിദാ ഖാല ബഅദുഹും, ഈ കാരണം കൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന ലൈലത മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച റബീഉൽ അവ്വൽ 12 എന്ന രാത്രി അഫ്ളലു മിൻ ലൈലത്തുൽ ഖദർ, അഫ്ളലു മിൻ ലൈലത്തുൽ ഖദർ, അരേ ലൈലത്തുൽ ഖദറിനേക്കാളും അതിന് ശ്രേഷ്ഠതയുള്ളതാണ്. ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠത അതിനുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അൽ-മിനഹുൽ മക്കിയിൽ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഈ ബഅദുൽ ഉലമാ പറഞ്ഞ ഈ അഭിപ്രായമുണ്ടല്ലോ, വഹുവ സഹീഹുൽ, അത് സഹീഹായ അഭിപ്രായമാണ്. ശാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഇബ്നു ഹജർ തങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, വഹുവ സഹീഹുൽ, അത് സഹീഹായ അഭിപ്രായമാണ്. ലൗലൽ നസ്സു അലാ ഖിലാഫിഹി, ഇതിന് എതിരായിട്ട് വ്യക്തമായ തെളിവ് വരാത്ത കാലത്തൊക്കെയും അതേ ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠത റസൂലുള്ളാഹി ജനിച്ച റബീഉൽ അവ്വൽ 12 രാത്രിയുണ്ട് കേട്ടോ. എന്തുകൊണ്ട്? അലാ അന്ന ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് മിൻ ഖുസൂസിയാതിഹി, അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഫതഫ്ളീലുഹാ, അപ്പോൾ ലൈലത്തുൽ ഖദറിന് ശ്രേഷ്ഠത കിട്ടിയത് ഇന്നമാ ഹുവ ലി അജലിഹി, അത് റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് കിട്ടിയതാണ്. ലൈലത്തുൽ ഖദറിന് ശ്രേഷ്ഠത കിട്ടിയത് അത് റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് കിട്ടിയതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ആ റസൂലുള്ളാഹിന്റെ കാരണം കൊണ്ട് കിട്ടിയ ലൈലത്തുൽ ഖദറിനേക്കാളും റസൂലുള്ളാഹി ജനിച്ച റബീഉൽ അവ്വലിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാദം സഹീഹാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ അൽ-മിനഹുൽ മക്കിയിൽ എഴുതി വെക്കുകയാ. അപ്പൊ നിങ്ങൾ നോക്കൂ, ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് അല്ലേ? എന്നാ പിന്നെ രാത്രി ഹയാത്താക്കണ്ടേ? റമദാൻ 27 നമ്മളൊക്കെ ഹയാത്താക്കുന്നവരല്ലേ? സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരു വട്ടം പോലും നിസ്കരിക്കാത്ത മനുഷ്യനൊന്നും തളങ്കരയിലുണ്ടാവും. ലൈലത്തുൽ ഖദർ നിങ്ങൾ കണ്ടില്ലേ? രാത്രി സമയത്തൊക്കെ ബൈക്ക് റാലിയായിട്ട് സിയാറത്തിന് പോകുന്നവരെ കണ്ടാൽ അത്ര ഈമാനുള്ള മനുഷ്യന്മാർ ആരുണ്ടാവൂല. ആ നിലയ്ക്ക് ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കുന്നവർ ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യം റസൂലുള്ളാഹി ജനിച്ച രാത്രിക്കുണ്ടെന്നല്ലേ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അപ്പോൾ അന്ന് ഹയാത്താക്കണ്ടേ? അന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണ്ടേ? അത് തെറ്റാണെന്ന് ആര് പറഞ്ഞു? ലോകത്ത് വിവരമില്ലാത്തവരാരെങ്കിലും പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ റസൂലുള്ളാഹിന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ
വിശുദ്ധ റബീഉൽ അവ്വൽ എല്ലാവരും ഒന്ന് മദ്ഹ് പറയുന്നവരാകണം. പിന്നെ നിങ്ങൾ ഇശാഇന്റെ ശേഷം രാത്രി സംസാരിക്കാൻ പാടില്ല. എന്നാ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ മസല പറഞ്ഞിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചില്ലേ? ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിലും അല്ലാമ ശർബീനി മുഗ്നിയിലും പറഞ്ഞില്ലേ? അതാരോടാ പറഞ്ഞത്? അതേ പറഞ്ഞ സ്ഥലത്ത് പറയുന്നു, നിന്റെ പുരക്ക് രാത്രി വിരുന്നുകാർ വന്നാൽ പെട്ടെന്ന് ഉറങ്ങാൻ പാടില്ല. അറിയോ മസല? വിരുന്നുകാർ വന്നാൽ പെട്ടെന്ന് ഉറങ്ങാൻ പാടില്ല. നീ വിരുന്നുകാരെ സമാധാനിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. പിന്നെ ഒരു പണിയില്ലാത്ത നീ രാത്രി വെറുതെ ഉറക്കൊഴിക്കാൻ നിൽക്കണ്ട. ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് കടന്നുറങ്ങിക്കോ, രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചോ എന്നാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അല്ലാതെ ഇൽമു പറയാൻ വേണ്ടി രാത്രി ഉറക്കൊഴിക്കണം, ഇൽമു കേൾക്കാൻ വേണ്ടി ഉറക്കൊഴിക്കണം, ലൈലത്തുൽ ഖദ്റിൽ ഉറക്കൊഴിക്കണം. കണ്ടില്ല എത്ര ഹദീസുകളാണ് പറയാനുള്ളത്. ലൈലത്തുൽ ഖദ്ർ ഉറക്കൊഴിക്കണമെന്ന്, രാത്രി മുഴുവൻ ഹയാത്താക്കണമെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നല്ല രാത്രികൾ വരുമ്പോ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഹയാത്താക്കണം എന്നുള്ളത് തെറ്റല്ല. അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വിവരമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം വിമർശനം നമ്മളെ സദസ്സിലേക്ക് വന്നതുകൊണ്ട് കിതാബ് തിരിച്ച് മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരോപിച്ചവരെ വ്യക്തിയുടെ പേരൊന്നും ഞങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം അത് തഖ്വയുള്ള മനുഷ്യന്റെ ലക്ഷണമല്ല. അതല്ലേ ഇമാം പറയുന്നത്? അതേ തഖ്വയുള്ള മനുഷ്യന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? ഇമാമുൽ ഗസാലി തങ്ങൾ എഴുതി വെക്കുകയാണ്, ഫയംനഉഹു മിനൽ കദിബി വൽ ഗീബത്തി വൻ നമീമത്തി വൽ ബുസ്താനി വകലാമിൽ ഫുദൂൽ. റബ്ബിന് യഥാർത്ഥ പേടിയുള്ള മനുഷ്യന്റെ മനസ്സിന്റെ നാക്കിലൂടെ കളവ് വരൂല, അവന്റെ നാക്കിലൂടെ ഗീബത്ത് നമീമത്ത് വരൂല, വൃത്തികെട്ട ഒരു സംസാരവും അവന്റെ നാക്കിലൂടെ പുറത്തേക്ക് വരൂല. വയജഅലുഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹി തആല. റബ്ബിനെ പേടിക്കുന്ന മനുഷ്യന്റെ നാവിന്റെ ലക്ഷണം എപ്പോഴും ദിക്ർ ചൊല്ലുന്നവരാണ്, എപ്പോഴും ദിക്റുമായി ബന്ധപ്പെടുന്നവരാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കണ്ടില്ലേ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ലമ്മാ നസലതു വല്ലദീന യക്നിസൂന الذهب والفضة എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയപ്പോ ഒരു കൂട്ടം ജനങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അവർ സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവരാണ് എന്ന ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയായപ്പോ ഫഖാല ബഅദു അസ്ഹാബിഹി, നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ചിലവർ ഹബീബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഉൻസിലത്ത് ബിദാബി വൽ ഫിദ്ദ, നബിയെ ഈ തങ്ങൾ ഈ ആയത്തിറങ്ങിയത് സ്വർണത്തിനെ സംബന്ധിച്ചാണ്, വെള്ളിയെ സംബന്ധിച്ചാണ്. ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദുഹു, ഏറ്റവും നല്ല മുതൽ ഏതാണ്, ഏറ്റവും ഖൈറായ മുതൽ ഏതാണ്, അത് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഏറ്റവും മുന്തിയ മുതലേതാണ് നബിയെ? അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നു, അഫ്ദലുഹു, ഏറ്റവും ശ്രേഷ്ഠമായ പവറുള്ള ഏറ്റവും പവറുള്ള മുതൽ ഏതാണ്? അത് അല്ലാഹു തരുന്ന 3 സമ്പത്താണ്. എന്റെ വാല് കേൾക്കുന്ന മുഅ്മിനീങ്ങളോ, പ്രിയപ്പെട്ട സഹോദരിമാർ, ആ 3 സമ്പത്ത് കൈമുതലാക്കുന്നവരാകണം. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും മുന്തിയ ശ്രേഷ്ഠതയുള്ള സമ്പത്ത് 3 എണ്ണമാണ്. ഒന്ന് ലിസാനുൻ ദാ
ദിക്ർ ചൊല്ലുന്ന നാക്കുകളാണ് കേട്ടോ. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാക്ക് നമ്മൾക്ക് വേണം. അതിനേക്കാളും വലിയൊരു സമ്പത്ത് ഇനി റബ്ബ് തരാനില്ല. കാറുകളും നമ്മൾക്ക് വേണ്ട, കൊട്ടാരങ്ങളും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ എന്റെ ആത്മാവ് പിരിയുന്ന സമയത്ത് വിട പറഞ്ഞു പോകുന്നവരാണ്. അല്ല നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? ലിസാനുൻ ദാകിറു, ദിക്ർ ചൊല്ലുന്ന നാക്കുകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സലാത്ത് മജ്ലിസിൽ നിർമ്മിച്ചു കൂടിയ മുഅ്മിനീങ്ങളോട് പറയട്ടെ, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാക്കുകളാകണം, അനാവശ്യങ്ങൾ ഒഴിവാക്കുന്നവരാകണം. അല്ലാഹ് ദിക്ർ ചൊല്ലുന്ന നാക്കുകൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ആ നിലക്ക് ദിക്റുമായി ബന്ധപ്പെട്ടവരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന മഹാന്മാര്. ആ മഹാന്മാരിൽപ്പെട്ട വലിയ പവറുള്ളവരാണ് ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നന്നാക്കി തരട്ടെ. അതേ ജീലാനിയെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വന്യരായ തങ്ങൾ പിന്നീട് പറയും, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അവരൊക്കെ ദിക്റുമായി ബന്ധപ്പെട്ടവരാണ്. എപ്പോഴും ദിക്റാണ്, ദിക്റാണ്. അവരുടെ ഹറക്കാത്ത് സകനാത്ത് ദിക്റാണ്. ശ്വാസോശ്വാസങ്ങൾ മുഴുവനും ദിക്റാണ്. അവരെ ഖൽബ് ഉറങ്ങുന്നില്ല. എപ്പോഴും ദിക്റുമായി അവർ ബന്ധപ്പെടുന്നു. അങ്ങനെ ദിക്റ് ചൊല്ലി 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 പരിധി വിട്ട് കിടക്കുകയാണ്. പിന്നെ അവർ സംസാരിക്കുന്നത് മുഴുവനും ദിക്റാണ്. പിന്നെ അവർ ഹ എന്ന് പറഞ്ഞാലും അത് ദിക്റാണ്, ഹു എന്ന് പറഞ്ഞാലും അത് ദിക്റാണ്, നീ എന്ന് പറഞ്ഞാലും ദിക്റാണ്, ലാ എന്ന് പറഞ്ഞാലും ദിക്റാണ്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും ദിക്റാണ്. അത് മഹാന്മാരുടെ ഭാഷയാണ്. അതുകൊണ്ടല്ലേ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ഖസാലി ഇമാമിന്റെ ഉദ്ധരണി എടുത്തു വെച്ചുകൊണ്ട് പറയാണ്, തൗഹീദുൽ ലവാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തൗഹീദുൽ ഖവാതി ലാ ഇലാഹ ഇല്ലാഹു. നമ്മളെപ്പോലത്തെ സാധാരണക്കാരന്റെ തൗഹീദ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ് കേട്ടോ. എന്നാൽ സാധാരണക്കാരന്റെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാകുമ്പോ മഹാന്മാരുടെ തൗഹീദ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. മഹാന്മാരുടെ തൗഹീദ് ഏതാണ്? തൗഹീദുൽ ഖവാതി ലാ ഇലാഹ ഇല്ലാഹു. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല, അല്ലാഹനെ ഉച്ചരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അവർ പിന്നെ കൂടുഭാഷകൾ കൊണ്ട് സംസാരിക്കുകയാണ്. അരാ മഹാന്മാരുടെ തൗഹീദ് ലാ ഇലാഹ ഇല്ലാഹു. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിന്റെ 1-ാം വാല്യം ഇമാം ഖസാലി തങ്ങളെ ഉദ്ധരണി എടുത്തു വെച്ചുകൊണ്ട് പറയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദരക്ക് ദിക്റിലേക്ക് പോയ മഹാന്മാർ അവർ 24 മണിക്കൂറും ദിക്റുമായി ബന്ധപ്പെട്ടവരാണ്. അവരുടെ ഒരൊറ്റ സെക്കൻഡ് പോലും ദിക്റില്ലാത്ത മുഴുവനും അംഫാസിയാ ത്വരീഖത്തിലൂടെ അതേ ശ്വാസത്തിന്റെ ദിക്റിലൂടെ ജീവിച്ചവരാണ്. അല്ലാഹു അത്തരം മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അവരെ മദ്ഹ് പറയാനല്ലാതെ നമ്മൾക്ക് വേറെയൊന്നും കഴിയൂലല്ലോ. ആ മഹാന്മാരെ മദ്ഹ് പറഞ്ഞ കാരണം കൊണ്ടെങ്കിലും ആ മഹാന്മാര് കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹ് നമ്മൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നു, ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? ആ സമയത്ത് റസൂലുള്ള പറയുന്നത്, ഏറ്റവും വലിയ സമ്പത്ത് ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാക്ക് നമ്മൾക്ക് വേണം കേട്ടോ. അതിനേക്കാളും വലിയ സമ്പത്ത് പറയില്ല. ദിക്ർ അങ്ങ് ചൊല്ലി 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 അവസാനം മരിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലി മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ജീവിതം മുഴുവനും ദിക്റിലാകണം. ഇതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ സമ്പത്ത്. രണ്ടാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? വഖൽബുൻ ശാകിർ, നന്ദിയുള്ള കൽബാണ്. എപ്പോഴും മനുഷ്യന്റെ കൽബ് നന്ദിയുള്ള കൽബാകണം. അടിമയ്ക്ക് എപ്പോഴും ഉടമയോട് നന്ദി വേണം.
മനുഷ്യനിക്ക് മനുഷ്യനോട് നന്ദി വേണം. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടായാ അവനിക്കൊരു ദുആ ചെയ്യാൻ നീ മറക്കണ്ട. ആ നിലക്ക് നന്ദിയുള്ള കൽബിന്റെ ഉടമകളാകണം കേട്ടോ. ഓടും മനുഷ്യൻ നന്ദിയുള്ള കൽബിന്റെ ഉടമയാകണം. എന്തെങ്കിലും ഒരു ഗുണം ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരു ദുആയെങ്കിലും നടത്തണം. ജസാക്കല്ലാഹ്. അത് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, നമ്മളെ കൽബ് നന്ദിയുടെ കൽബാണോ? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിനിക്ക് നന്ദിയുള്ള മനുഷ്യരാണോ നമ്മളൊക്കെ? എത്രയാണ് റബ്ബ് ചെയ്യുന്ന നിഅമത്ത്? ഒരൊറ്റ ഉദാഹരണം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മംഗലാപുരം ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുന്നു. ഉദാഹരണം പറയാം, അദ്ദേഹത്തിന് ക്യാൻസറാണ്. അല്ലാഹു തആല ആരാവ്യാധി രോഗങ്ങൾ തൊട്ട് സലാമത്താക്കി തരുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ തങ്ങളുടെ റൂമിലിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് തങ്ങളോട് വല്ലാത്ത വിഷമം പറയുന്നു, ക്യാൻസറാണ്. അതുപോലെ ഇന്ന് പെർലയിൽ ജുമാ കഴിഞ്ഞിട്ട് ഒരാൾ റൂമിൽ ഇങ്ങനെ കയറിയിട്ട് ഉസ്താദേ ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് വല്ലാതെ കരയുന്നു. അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയോ ക്യാൻസറുകൾ മാറിപ്പോയിട്ടുണ്ട്. അല്ലാഹ് അത്ര വലിയ കറാമത്തിന്റെ സദസ്സായി ഇതിൽ സ്വീകരിക്കണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദര, ആ മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് ഒരാൾ പോയി. മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോ എന്റെ അടുത്ത സുഹൃത്ത് KMC ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ പോകുന്ന സമയത്ത് ഫ്രൂട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊണ്ടുപോയ ഫ്രൂട്ട് ഞാൻ മുറിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു. അദ്ദേഹത്തിന് അത് കഴിക്കാൻ കഴിയുന്നില്ല. ജ്യൂസ് വാങ്ങിക്കൊടുത്ത് കഴിക്കാൻ കഴിയുന്നില്ല. അവൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് കൈയും പിടിച്ചിട്ട് ഇങ്ങനെ കരയാം. എന്താ സംഭവം? അദ്ദേഹത്തിന്റെ തൊണ്ടക്ക് ക്യാൻസറാ. അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഈ തൊണ്ടയ്ക്ക് ക്യാൻസറായ മനുഷ്യന്റെ രോഗം കണ്ടിട്ട് അവിടുന്ന് കണ്ണീരൊലിപ്പിച്ച് വന്ന ഞാൻ, അല്ലെങ്കിൽ കണ്ണീരൊലിപ്പിച്ച് വന്ന നമ്മളെ പുരയിലേക്ക് എത്തിയിട്ട്, വീട്ടിലേക്ക് എത്തിയിട്ട്, ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് ഞാനും എന്റെ ഉമ്മയും എന്റെ ഭാര്യയും എന്റെ മക്കളൊക്കെ ഒന്നിച്ചിരിക്കുമ്പോ ഞാനതാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ ഉമ്മയോട് ഞാൻ പറയുന്നു, ഉമ്മ, ഞാൻ മംഗലാപുരത്ത് ഒരാളെ കണ്ടിട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങുന്നില്ല, തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. അദ്ദേഹം കൈ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ ആ തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങാത്ത ക്യാൻസർ പിടിച്ച മനുഷ്യന്റെ കഥ ഇങ്ങനെ പറയുമ്പോ എന്റെ തൊണ്ടയിൽ ഇങ്ങനെ ഭക്ഷണം ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ തൊണ്ടയ്ക്കൊരു തടസ്സമില്ലാതെ ഭക്ഷണം ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാ പടച്ചോനെ, എന്റെ തൊണ്ടയ്ക്കൊരു തടസ്സം നീ തന്നില്ലല്ലോ റബ്ബേ എന്ന നിലക്ക് റബ്ബിനിക്കൊരു അൽഹംദുലില്ലാ പറയാൻ നന്ദി കെട്ട കൽബിന്റെ ഉടമകളല്ലേ നമ്മളൊക്കെ. അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ടാമത്തത് വഖൽബുൻ ശാകിർ, നല്ല നന്ദിയുള്ള കൽബാകണം. ഇങ്ങോട്ട് ഏത് നിഅമത്ത് കിട്ടിയാലും അങ്ങോട്ട് നന്ദിയുള്ളവരാകണം. അങ്ങനെ നന്ദിയുള്ള കൽബിന്റെ ഉടമകളായി പോയോ അവരാണ് ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമ. ഇവിടെ എസ്റ്റേറ്റ് ഉണ്ടാക്കി വെച്ചവനല്ല, കൊട്ടാരമുണ്ടാക്കി വെച്ചവനല്ല. ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമയാരാണ്? നല്ലോണം ദിക്റ് ചൊല്ലുന്ന നാവ് നമ്മൾക്ക് കിട്ടണം. അതുപോലെ നന്ദിയുടെ കൽബ് നമ്മൾക്കുണ്ടാകണം. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസൗജതു സ്വാലിഹ തുഈനുഹു അലാ ഈമാനിഹി, ഇവന്റെ ഈമാനിക്ക് സഹകരിക്കുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണിവനിക്ക് കിട്ടണം. ഈമാനിക്ക് സഹകരിക്കുന്ന എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുമ്പോ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന, റബീഉൽ അവ്വൽ പള്ളിയിലേക്ക് മൗലൂദിന് പറഞ്ഞയക്കുന്ന, എപ്പോഴും ക്ലാസിന് പറഞ്ഞയക്കുന്ന, എപ്പോഴും സ്വലാത്തിന് പറഞ്ഞയക്കുന്ന. നമ്മളെ പെണ്ണുങ്ങളൊക്കെ പോകുമ്പോ പിടിച്ചു വെക്കലാണ് അല്ലേ? എപ്പോഴും ഈമാനിലേക്ക് സഹകരിക്കുന്ന ഗൾഫുകാരന്റെ കഥവിനെ പറയണ്ട. ഗൾഫുകാരൻ ഗൾഫിൽ നാട്ടിലേക്ക് എത്തിയാൽ ഒരു 15 ദിവസം പുറത്തിറങ്ങൂല. എന്താ മോനെ പുറത്തിറങ്ങാത്ത? ഭാര്യ വിടുന്നില്ല. ഇതല്ലേ നമ്മളെ അവസ്ഥ. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമ ആരാ? അവന്റെ മൂന്നാമത്തെ സമ്പത്ത് തന്റെ ഈമാൻ വിഷയത്തിൽ സഹകരിക്കുന്ന, സഹായിക്കുന്ന സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയോ, ഇതാണ് മനുഷ്യന്റെ മൂന്നാമത്തെ സമ്പത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനെ, അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യന്റെ നാക്കിന്റെ ലക്ഷണമാണ് വയജ്അലുഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹി തആലാ വതിലാവത്തുൽ ഖുർആനി വമുദാകറത്തുൽ ഇൽമി.
റബ്ബിനെ പേടിക്കുന്ന മനുഷ്യന്റെ നാവിന്റെ ലക്ഷണം എപ്പോഴും ദിക്റുമായി ജോലിയാകുന്നവനാണ്. അവൻ ഖുർആൻ ഓത്തുകൊണ്ട് ജോലിയാകുന്നവനാണ്. ഇൽമുമായി ചർച്ച നടത്തുന്നവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, അവരാണ് റബ്ബിനെ പേടിക്കുന്നവർ. അല്ലാത്ത നാക്കിലൂടെ അവന്റെ നാക്കിലൂടെ തഖ്വയില്ല, അവന്റെ നാക്കിലേക്ക് റബ്ബിന്റെ പേടിയില്ല. രണ്ടാമത് പറയുന്നത് അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യന്റെ ലക്ഷണം അവനോട് പ്രകടമാകുകയാണ്. പറയുന്ന രണ്ടാമത്തെ ലക്ഷണം എന്താണ്?
എപ്പോഴും ഇവരെന്ന് പറയുന്ന രോഗം അത് മനുഷ്യന്റെ മനസ്സിലുണ്ട. മനുഷ്യാവിന് ചിന്തിക്കണം, ഞാനെപ്പോഴും വലിയവനല്ല, ഞാനൊന്നിനും കൊള്ളാത്തൊരു പങ്കാളിയാണോ? എന്റെ ശക്തി എപ്പോഴാണോ? എന്റെ കയ്യിന്റെ ശക്തി എപ്പോഴാണോ? എന്റെ ശരീരത്തിന്റെ ശക്തി എപ്പോഴാണ്? മനുഷ്യൻ ഒന്നിനും കൊള്ളാത്തൊരു നീചമായ സാധനമാണ്. തന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പറയട്ടെ, ഞാനെങ്ങനെ അഹങ്കരിക്കണം, ഞാനെങ്ങനെ വിവരമാരാകണം, എന്തെങ്കിലും കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നുണ്ട്. എന്റെ ഭരണക്കാരന് സ്വന്തമായി അവകാശമുണ്ട്, എന്റെ കയ്യടിക്കാരന് സ്വന്തമായി അവകാശമുണ്ട്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ടീച്ചറുണ്ടല്ലോ, ബൈക്കുണ്ടല്ലോ, അതൊരു ഗ്യാരണ്ടിയുടെ സാധനമാണ്. എന്റെ കയ്യിലുള്ള വാക്ക് ഗ്യാരണ്ടിയുടെ സാധനമാണ്. ഈ വാക്ക് വ്യക്തി വൈദ്യ സംസാരിക്കുന്ന സാധുവായി എനിക്കൊരു ഗ്യാരണ്ടിയില്ല. സ്വരാപത്താക്കി തരണം പ്രസ്ഥാനേ. ഇവിടുന്ന് കാലം കഴിഞ്ഞിട്ട് സ്വരാത്തിന്റെ അല്പ കഴിഞ്ഞിട്ട് എനിക്കുള്ള വീട്ടിലേക്ക് പള്ളിയിലേക്ക് തിരിച്ചെത്തുമോ എന്ന് പറയാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കൽ വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളായി വളരെ വിനയത്തോടെ ജീവിക്കുന്നവരാകണം. വളരെ തവാളുവോടെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിച്ച് വളരെ വിനയത്തോടെ ജീവിക്കുന്നവരാകണം. ഒരിക്കലും സ്ഥാനമാനത്തെ കൊതിക്കാത്തവരാകണം. സ്ഥാനമാനത്തിന്റെ പേരിൽ അഹങ്കരിക്കാത്തവരാകണം. ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിച്ചോ വളരെ വിനയത്തോടെ ജീവിക്കുന്നവരാരാണോ അല്ലാഹ് അവരെ പിടിച്ച് പൊക്കുകയാ. അല്ലാഹ് ഒരാളെ ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തിക്കളയാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയൂല കേട്ടോ. റബ്ബേ, ഞങ്ങൾക്ക് നീ വിനയം നൽകണേ റഹ്മാനേ. കിബിറ് തരല്ല അല്ലാ, അഹങ്കാരികളാക്കല്ല അല്ലാ, നല്ല സ്വഭാവക്കാരാക്കണം റഹ്മാനേ. അല്ലാഹുവിനെ പേടിക്കുന്ന ഖൽബിന്റെ ലക്ഷണം ഗസാലിമാം പറയുന്നവന്റെ ഖൽബ് ശുദ്ധമായ ഖൽബാണ്. ഓരോന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ചുരുക്കട്ടെ. മൂന്നാമതായി മഹാന്മാർ വിശദീകരിക്കുന്നു, നദറുഹു, അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ ലക്ഷണം. ആ കണ്ണ് ഫലാ യൻദുറു ഇലൽ ഹറാമി, അവന്റെ കണ്ണുകൊണ്ട് അവൻ ഹറാമിലേക്ക് നോക്കൂല. റബ്ബിനെ പേടിക്കുന്ന മനുഷ്യനാണോ അവന്റെ കണ്ണുകൊണ്ട് ഒരൊറ്റ ഹറാമിലേക്കും അവൻ പിന്നെ നോക്കാൻ നിൽക്കൂല. സുബ്ഹാനല്ലാഹ്, നമ്മളെ കണ്ണുകൊണ്ട് ഹറാമേ നോക്കുള്ളൂ, ഒരു ഹലാല് നോക്കാൻ നമ്മളെ കിട്ടൂല. നമ്മൾ നല്ല സ്വലാത്ത് ഹൽക്കയിൽ വരും, വന്നിട്ട് പോകുമ്പോ പെണ്ണുങ്ങളെ നോക്കും അല്ലേ? നല്ല സംഗതി കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് വഴിയിൽ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടുപോകും. ഇതുപോലെ ഏത് പ്രവർത്തനമായാലും നമുക്ക് ഹറാമ് നോക്കാനേ കഴിയുള്ളൂ. സാഹചര്യം അങ്ങനെയാ. പള്ളിന്ന് പുറത്തിറങ്ങിയാ, വീട്ടിൽ പുറത്തിറങ്ങിയാൽ കാണുന്നത് ഹറാമാ, വീട്ടിന്റെ അകത്ത് കയറിയാൽ കാണുന്നത് ഹറാമാ. ഇന്നത്തെ സാഹചര്യം ആ നിലക്കായി പോയി. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മഹാന്മാര് അവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്, എപ്പോഴും നിന്റെ കണ്ണുകൊണ്ട് നീ ഹറാമിലേക്ക് നോക്കിപ്പോകരുത്. ഫലാ യൻദുറു ഇലൽ ഹറാം വലാ ഇലദ്ദുന്യാ ബിർറഗ്ബത്തി,
ഈ ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ട്, ദുനിയാവിനെ കൊതിച്ചുകൊണ്ട് ഒരിക്കലും നീ ദുനിയാവിലേക്ക് നോക്കാൻ പാടില്ല. എപ്പോഴും നിന്റെ കണ്ണുകൊണ്ട് ഹറാമിനെ സൂക്ഷിക്കുന്നവരാകണം. ബൽ യകൂനു നദറുഹു അലാ വജ്ഹിൽ ഇഅ്തിബാർ.